ഹായ് ഫ്രണ്ട്സ്, മേക്ക് മൈ റെസിപ്പീസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട നല്ല നാടൻ ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 700 ഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്കിതിലേക്ക് ചേർക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് പച്ചമുളകാണ്. നിങ്ങളുടെ കയ്യിൽ കാന്താരിമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുടംപുളിയാണ്. കുടംപുളി 2 ചെറിയ കഷ്ണം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പുളി ചേർത്ത് കൊടുക്കേണ്ട, അന്നേരം പുളി അധികമായി പോവും. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് 2 പീസ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ട് അല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് ആദ്യം തന്നെ ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പോളം വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയൊക്കെ ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് പുളിയൊക്കെ അതിലേക്ക് നന്നായിട്ട് അങ്ങ് പിടിച്ചോളും. അപ്പോൾ ആ ഒരു ടൈമും കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഒരു മസാല റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ പച്ചയായിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്. കറിവേപ്പിലയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പോളം ചുമന്നുള്ളി ഒന്ന് ജസ്റ്റ് 2ആയിട്ട് കട്ട് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10-12 ചുമന്നുള്ളി ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ഈ ചുമന്നുള്ളി ഈ എണ്ണയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചുമന്നുള്ളി ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പയ്യെ ചതച്ചെടുത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് വേഗം മാറാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പയ്യെ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കാന്താരിമുളക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അത് ഇങ്ങനെ കീറുമൊന്നും വേണ്ട, മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ ചെമ്മീൻ റോസ്റ്റ് കഴിക്കുന്ന കൂടെ ആ കാന്താരിമുളകും ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കാന്താരിമുളക് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാളയൊക്കെ വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം ചതച്ച മുളകും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കണം, കാരണം ഇതാണല്ലോ മൂത്ത് വരാനായിട്ട് താമസമുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ അത് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1.5 ടീസ്പൂണോളം കശ്മീരി ചില്ലി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താലും മതി. അവരവരുടെ എരിവിനനുസരിച്ച് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു അല്പം ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് എണ്ണയിലിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മളുടെ ചെമ്മീനൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടിയാണ് പറ്റാനുള്ളൂ. നമ്മുടെ ചെമ്മീൻ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള വെള്ളം ഈ മസാലയിൽ കിടന്ന് നന്നായിട്ട് അതങ്ങ് പറ്റിക്കോളും. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ചെമ്മീൻ വേവിക്കാൻ നേരത്ത് പുളി ചേർത്തിരുന്നു. ആ പുളി നമ്മൾ ഈ എണ്ണയിലേക്ക് ഇടുന്ന ടൈമിൽ നമ്മളിത് എടുത്ത് കളയണം. അങ്ങനെ കളയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ ഈ പുളി നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന ആ ഓയിലൊക്കെ അങ്ങ് വലിച്ചെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് എടുത്ത് കളയുന്നത്. പിന്നെ നമ്മൾ അങ്ങ് ഇളക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഓവറായിട്ട് അങ്ങ് പൊടിഞ്ഞു പോകാനുള്ള ചാൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കുന്ന ടൈമിൽ അത് ഇടയ്ക്ക് കടിക്കാനും ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്. അപ്പോൾ അത് കാരണം ആ പുളി നമ്മളങ്ങ് എടുത്ത് കളഞ്ഞേക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ വെള്ളം പറ്റിച്ചെടുത്തിട്ട് നമുക്ക് റോസ്റ്റ് രീതിയിൽ നമുക്ക് കഴിക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2-3-4 ടേബിൾ സ്പൂണോളം തേങ്ങ ചെറുകിയതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പം ആ തേങ്ങ ചെറുകിയതും കൂടെ നമ്മളുടെ ചെമ്മീൻ റോസ്റ്റിലേക്ക് ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ ഒരു പ്രത്യേക മണവുമാണ് ഈ ഒരു ടൈമിൽ വരുന്നത്. ആ ചെമ്മീത്തിൻ്റെയും പിന്നെ ആ തേങ്ങയുടെയും ഒക്കെ ആ ഒരു നല്ലൊരു സ്മെല്ലുമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇത് കുറച്ച് റോസ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പെരളൻ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിതൊന്ന് ഡ്രൈ ആക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണിത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അതിനകത്ത് ആ തേങ്ങ ചിരകിയതും കൂടി ഇട്ടേക്കുന്ന അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ്സ് അറിയിക്കുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ കാണുന്ന ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. താങ്ക്